കാലടിയിലെ നിരാലംബ കുടുംബത്തിന് കൈത്താങ്ങുമായി കെ.പി.സി.സി. മഹാപ്രളയത്തിൽ വീട് തകർന്ന് ജീവിതത്തിനു മുന്നിൽ പകച്ചുനിന്ന കുടുംബങ്ങൾക്കു വേണ്ടി കെ.പി.സി.സി. പ്രഖ്യാപിച്ച 1000 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം എം.പി. ബെന്നി ബെഹനാനും എം.എൽ.എ. റോജി എം. ജോണും ചേർന്ന് നിർവഹിച്ചു. കാലടി പഞ്ചായത്തിലെ ആനീസ് ജോസിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. 2018ലെയും 2019ലെയും മഹാപ്രളയത്തിൽ വീട് തകർന്ന് ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന നിരാലംബരായവർക്ക് വേണ്ടി കെ.പി.സി.സി. പ്രഖ്യാപിച്ച 1000 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാക്കളുടെയും പ്രവർത്തകരുടെയും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് നടത്തിയത്. എം.പി. ബെന്നി ബെഹനാനും എം.എൽ.എ. റോജി എം. ജോണും ചേർന്ന് താക്കോൽ സമർപ്പണം നിർവഹിച്ചു. ആ പ്രളയത്തിന്റെ ദുരന്തത്തിന്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് സന്തോഷിക്കാൻ ഇടയായത് മനുഷ്യന്റെ നന്മയുടെ കൂട്ടത്തിലാണ്. അതിന് നേതൃത്വം കൊടുത്ത ഒട്ടേറെ ആളുകളുണ്ട്. ഞാനിവിടെ പരാമർശം വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ എം.എൽ.എ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇനിയും ഇത്തരം വീടുകൾ പണിയാൻ സന്നദ്ധപ്പെടുത്തുകയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റിനടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ അധ്യക്ഷനായി. കെ.പി.സി.സി. നിർവാഹക സമിതി അംഗങ്ങളായ മുൻ എം.എൽ.എ. പി.ജെ. ജോയ്, അങ്കമാലി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, ഡി.സി.സി. ജനറൽ സെക്രട്ടറിമാരായ കെ.പി. ബേബി, അഡ്വക്കേറ്റ് കെ.ബി. സാബു, പി.വി. സജീവൻ, ജോയ് പോൾ, അഡ്വക്കേറ്റ് കെ.എസ്. ഷാജി, ടി.എം. വർഗീസ്, കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുദ്രേസ്യ തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിമോൾ ബേബി, വാർഡ് മെമ്പർ കെ.ടി. എൽദോസ്, പാർട്ടി നേതാക്കളായ കെ.സി. ബേബി, റെന്നി ജോസ്, സ്റ്റീഫൻ പട്ടത്തി, ബിജോയ് കുടിയിരിപ്പിൽ, ബിനോയ് കൂരൻ, സിജു കല്ലുങ്ങൽ, പൗലോസ് കോനൂരാൻ, വാവച്ചൻ താടിക്കാരൻ, എ. യാക്കോബ്, ഷാജി പുതുശ്ശേരി, ടി.പി. കുര്യാക്കോസ്, അംബിക ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 2018ലെ പ്രളയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഓർമ്മകളാണ്. ഈ വീട് തകർന്നു പോവുകയും അത് നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ റെന്നി ചേച്ചിയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയത്. അന്ന് കെ.പി.സി.സി. 1000 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി നമ്മൾ അനുചേച്ചിയുടെ ഈ വീടിന്റെ അപേക്ഷയും സമർപ്പിച്ച് ഇവിടെ ശ്രീ റെന്നി പാപ്പച്ചൻ പറഞ്ഞതുപോലെ അതിന്റെ അനുവാദം കെ.പി.സി.സിയിൽ നിന്ന് ലഭിക്കുകയും പിന്നീട് നിരന്തരമായിട്ടുള്ള അതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട്. പൊതിയക്കര പള്ളി വികാരി ഫാദർ ബൈജു ഇടശ്ശേരി വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കാലടി പഞ്ചായത്തിലെ പൊതിയക്കര തോട്ടേക്കാടിൽ ആനീസ് ജോസിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഡി.സി.സി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തറക്കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ച വീടിന്റെ പണി കരയാമ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. 1000 ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്കൊരു വീട് പണിത് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ബഹുമാന്യനായ നമ്മുടെ എം.എൽ.എയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെ ഈ കാര്യത്തിൽ പ്രത്യേകം താല്പര്യമെടുത്തിട്ടാണ് കെ.പി.സി.സിയിൽ ഇവരുടെ ഈ അവസ്ഥ ചൂണ്ടിക്കാണിക്കുകയും നമുക്ക് കെ.പി.സി.സിയുടെ 1000 ഭവന പദ്ധതിയിൽ പെടുത്തി ആനീസ് ജോസിന്റെ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകാം എന്നുള്ള വാഗ്ദാനം ലഭിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കാലടി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്